Hello, my dear students. Welcome back to another session of the Canterbury School of English. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് FIUGPക്കാർക്കുള്ള പോപ്പ് കൾച്ചറിലെ ദ സെവൻത് വോയേജ് എന്ന് പറയുന്ന ഷോർട്ട് സ്റ്റോറിയാണ്. പോളിഷ് റൈറ്ററായ സ്റ്റെയിൻസ്ലോ ലം എഴുതിയ മനോഹരമായ ഒരു ഫിക്ഷണൽ അസ്ട്രോണമിക്കൽ സ്റ്റോറിയാണ് സെവൻത് വോയേജ്. നമുക്കതിന്റെ സ്റ്റോറി നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ വി ഹാവ് ടു നോ അബൌട്ട് ദ ഓതർ സ്റ്റെയിൻസ്ലോ ലം. ദ സ്റ്റാർ ഡയറീസ് അന്നേരം സ്റ്റെയിൻസ്ലോ ലം എന്ന് പറയുന്നത് പോളിഷ് ഓതറാണ്. അദ്ദേഹം എഴുതിയിട്ടുള്ള സ്റ്റാർ ഡയറീസ് എന്ന് പറയുന്ന കളക്ഷൻ ഓഫ് ഷോർട്ട് സ്റ്റോറിയിൽ വരുന്ന വൺ ഓഫ് ദ സ്റ്റോറിയാണ് ദ സെവൻത് വോയേജ്. അദ്ദേഹത്തിന്റെ ഓരോ വോയേജസും എഴുതിയിട്ടുണ്ട്. അതിൻ്റെ അകത്ത് ഏറ്റവും ബെസ്റ്റ് സ്റ്റോറിയാണ് സെവൻത് വോയേജ്. ഈ സ്റ്റോറിയിൽ ഉള്ള ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടറാണ് ഇജോൺ ടിച്ചി. ഇജോൺ ടിച്ചി ഈസ് എ സ്പേസ് ട്രാവലർ. ഈ ഇജോൺ ടിച്ചി ഒറ്റയ്ക്ക് സ്പേസ് ഷിപ്പിലൂടെ ട്രാവൽ ചെയ്യുന്ന സ്റ്റോറിയാണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. Here in this story, Chichi's adventures take him to different planets where he encounters bizarre and satirical situations, and the story critique both capitalist and communist societies and explore human nature, society and technology. അന്നേരം ഇതിൻ്റെ അകത്ത് ഓരോ പ്ലാനറ്റിൽ കൂടെ ഇജോൺ ടിച്ചി പോകുന്നുണ്ട്. അത് ഓരോ പ്ലാനറ്റ് എത്തുമ്പോൾ അയാൾ അനുഭവിക്കുന്ന കുറച്ച് ഡേഞ്ചറസ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് ഇതിലെല്ലാം പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ ഈ ലോകത്തുള്ള ക്യാപിറ്റലിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് സൊസൈറ്റി തന്നെ വളരെ സെറ്ററിക്കലായിട്ട് പറയാനായിട്ടാണ് സ്റ്റീൻസ്ലോ ലം ഇതിലൂടെ ശ്രമിക്കുന്നത്. And the story was initially published in 1954 and the full collection of stories released in 1957. Some stories were added and later published in 1971. These whole stories were published as two volumes in English because it is initially written in Polish language. Later, it is translated into English and published in two volumes. Here, the translated version of English volumes were published in 1976, entitled as Star Diaries. There is another work related to Stanislaw Lem, that's name is Memoirs of a Space Traveler, published in 1982. Stanislaw Lem is known for his humor, imagination, and satire within a futuristic space adventure setting. അന്നേരം സ്റ്റെയിൻസ്ലോ ലമിന്റെ വർക്കുകളെല്ലാം തന്നെ ഇതുപോലെ തന്നെ ഹ്യൂമറും ഇമാജിനേഷനും സറ്റയറും അതുപോലെ ഫ്യൂച്ചറിസ്റ്റ് സൊസൈറ്റി ഫ്യൂച്ചർ സ്പേസ് അഡ്വഞ്ചർ ഇതിനെയൊക്കെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. അദ്ദേഹത്തിന്റെ വൺ ഓഫ് ദി ബെസ്റ്റ് വർക്കാണ് സെവൻത് വോയേജ്. അതിൻ്റെ അകത്തുള്ള പ്രധാനപ്പെട്ട ക്യാരക്ടറാണ് ഇജോൺ ടിച്ചി. ഇജോൺ ടിച്ചിയുടെ സ്പേസ് ട്രാവൽ ജേർണിയെ കുറിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു സെഗ്മെന്റിൽ പഠിക്കുന്നത്. അന്നേരം ഈ ഒരു ജേർണി പഠിക്കുമ്പോഴത്തേക്ക് നമ്മൾ നോക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കഥ പല തലങ്ങളിലൂടെയാണ് പോകുന്നത്. കഥ സ്റ്റാർട്ട് ചെയ്യുന്ന ഡേ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. ഏപ്രിൽ 2 മൺഡേ, ഒരു തിങ്കളാഴ്ച ദിവസമാണ് കഥ നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇജോൺ ടിച്ചി റോക്കറ്റിൽ ഒറ്റയ്ക്കാണ്, അദ്ദേഹത്തിന്റെ സ്പേസ് ഷിപ്പിൽ ഒറ്റയ്ക്കാണുള്ളത്. അദ്ദേഹം ഒറ്റയ്ക്കാണ് യാത്ര ചെയ്യുന്നത്. അദ്ദേഹം ഒരു പ്ലാനറ്റിലേക്കുള്ള യാത്ര നടത്തുകയാണ്. അങ്ങനെ അദ്ദേഹം പ്ലാനറ്റിൽ യാത്ര നടത്തി ഏകദേശം മൺഡേ ഏപ്രിൽ 2 ആയപ്പോഴത്തേക്ക് ടിച്ചി ബെറ്റൽ ഗ്യൂസ് കണ്ടോ, ഈ ബെറ്റൽ ഗ്യൂസ് എന്ന് പറയുന്ന ഒരു വലിയ ചുമന്ന ഒരു സ്റ്റാർ ഉണ്ട്. ആ സ്റ്റാറിന്റെ അടുത്തുകൂടി ഇങ്ങനെ പോവുകയാണ്. സ്റ്റാറിന്റെ അടുത്തുകൂടി ഇങ്ങനെ പോയ സമയത്ത് ഒരു ചെറിയ മിറ്റിയോർ വന്നിട്ട് പെട്ടെന്ന് ജോൺ ടിച്ചി ഇരുന്ന ആ സ്പേസ് ഷിപ്പിൽ വന്ന് ഇടിക്കുകയാണ്. ഈ ഇടിയുടെ ആഘാതത്തിൽ ഷിപ്പ് വല്ലാതെ ഷേക്ക് ആവുന്നുണ്ട്. ഷിപ്പിന്റെ കൺട്രോളൊക്കെ പോകുന്നുണ്ട്. ഷിപ്പിന്റെ റഡാറിനും അതുപോലെ തന്നെ ഡ്രൈവിനും ഒരുപാട് കേടുപാടുകൾ സംഭവിക്കുന്നുണ്ട്. അന്നേരം ഇതിൻ്റെ അകത്തുള്ള കേടുപാടുകൾ സംഭവിച്ചിട്ട് അതിൻ്റെ അകത്ത് കറക്റ്റായിട്ട് ഇദ്ദേഹത്തിന് ഷിപ്പിനെ ഈ സ്പേസ് ഷിപ്പിനെ കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകാൻ സാധിക്കുന്നില്ല. സ്പേസ് ഷിപ്പ് അങ്ങോട്ടും ഇങ്ങോട്ടും പോവുകയാണ്. അതിനെ ഡയറക്റ്റ് ആയിട്ട് കൺട്രോൾ ചെയ്യാൻ ഇദ്ദേഹത്തിന് സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഇജോൺ ടിച്ചിക്ക് ഇതിന്റെ വെളിയിൽ ഇറങ്ങിയിട്ട് സ്പേസ് സ്യൂട്ടൊക്കെ ഇട്ടിട്ട് വെളിയിൽ ഇറങ്ങിയിട്ട് പോയിട്ട് അതിനെ എന്ത് ചെയ്യണം, അതിൻ്റെ അകത്ത് അതിന്റെ റഡർ അത് കറക്റ്റ് ചെയ്യിക്കണം. ഓക്കെ, അന്നേരം അതിന് ശരിക്കും പറഞ്ഞ രണ്ടുപേരുടെ ആവശ്യമുണ്ട്. ഒരാള് സ്പേസ് ഷിപ്പ് കൺട്രോൾ ചെയ്യണം, അതിനോടൊപ്പം തന്നെ ഒരാൾ എന്ത് ചെയ്യണം, വെളിയിൽ പോയിട്ട് ഇത് കറക്റ്റ് ചെയ്യണം. അന്നേരം ഈ രണ്ടുപേരുള്ള ആകെ ഒറ്റയ്ക്ക് ഇജോൺ ടിച്ചി മാത്രമേ ഉള്ളൂ. അത് അയാൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട്. അന്നേരം ഇയാളുടെ കയ്യിൽ ഒരു റഞ്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്ക്രൂ ഒക്കെ ടൈറ്റ് ചെയ്യുന്ന മുറുക്കുന്ന നട്ടും ബോൾട്ടും ഒക്കെ മുറുക്കുന്ന സാധനം, ആ റഞ്ചും പിടിച്ചുകൊണ്ട് ഇയാള് സ്യൂട്ടൊക്കെ ധരിച്ചിട്ട് വെളിയിൽ പോയി. അന്നേരം റെഞ്ച് കാലുകൊണ്ട് മുറുക്കെ പിടിച്ചിരിക്കുകയാണ്. നട്ടും ബോൾട്ടും ഒക്കെ ഇയാൾ ബാക്കിയുള്ള കാര്യങ്ങൾ കൊണ്ട് മുറുക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ബാക്കി കാര്യങ്ങൾ പലതും ചെയ്യുന്നുണ്ട്. പക്ഷേ എത്രയൊക്കെ പണിപ്പെട്ടിട്ടും ഇയാൾക്ക് റഡർ കറക്റ്റ് ചെയ്യാനായിട്ട് സാധിച്ചില്ല. ഇതിൻ്റെ ഇടയിൽ ഇയാളുടെ കാലിൻ്റെ ഇടയിൽ മുറുക്കി പിടിച്ചിരുന്ന
റഞ്ച് ഇയാളുടെ കാലിന്റെ ഇടയിൽ നിന്ന് പിടിവിട്ടിട്ട് ആകാശത്തിലേക്ക് പറന്നു പോവുകയാണ്. സ്പേസില്ലേ, സ്പേസിലോട്ട് പറന്നു പോകും. ഇയാൾ നോക്കിയപ്പോഴത്തേക്ക് ആകെ ഉണ്ടായിരുന്ന റഞ്ചാണ് പറന്നു പോകുന്നത്. ഇയാൾക്ക് സഹിക്കാനായില്ല. ഇയാൾ എത്തിപ്പിടിക്കാനൊക്കെ നോക്കി, പക്ഷെ പറ്റുന്നില്ല. റഞ്ച് ദൂരേക്ക് പറന്നു പോവുകയാണ്. കുറച്ച് കഴിഞ്ഞ് നോക്കിയപ്പോഴത്തേക്ക് ഇയാൾ നോക്കിയപ്പോൾ റഞ്ച് പതുക്കിന് ആകാശത്തൂടെ ആ സ്പേസിലൂടെ ഇങ്ങനെ പറന്ന് പറന്ന് ഏകദേശം തന്റെ ഷിപ്പിന്റെ അടുത്തേക്ക് എത്താറായി. പക്ഷെ തൊട്ടില്ലെന്ന മട്ടിൽ നിൽക്കുകയാണ്. ഇയാൾക്ക് എത്തിപ്പിടിക്കാൻ സാധിക്കുന്നില്ല. എന്നാൽ ഷിപ്പിന്റെ അടുത്ത് വരുന്നുമുണ്ട്. വന്ന നിമിഷം തന്നെ ഇത് ദൂരേക്ക് പോകുന്നുണ്ട്. ഇയാൾക്ക് ആകെ ദേഷ്യം കയറി. ഇയാൾ തിരിച്ച് സ്പേസ് ഷിപ്പിന്റെ അകത്തേക്ക് കയറി. ഷിപ്പിന്റെ അകത്തേക്ക് കയറി നോക്കുമ്പോഴാണ് കാണുന്നത് ഇയാളുടെ കോൾഡ് ഫ്രീസറിൽ വെച്ചിരുന്ന ഒരു മീറ്റ്, സിർലോയിൻ എന്ന് പറയുന്ന ഒരു മീറ്റ്. സിർലോയിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മൃഗത്തിന്റെ, ഇപ്പം കൗവൊക്കെ എടുത്താലും ശരി, ആ മൃഗത്തിന്റെ ഏറ്റവും നല്ല പാർട്ട് കട്ട് ചെയ്ത്, ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പാർട്ട് കട്ട് ചെയ്ത് ഉണ്ടാക്കിയ നല്ല മീറ്റ്, ഫ്രീസ് ചെയ്ത് വെച്ചിരുന്ന പാർട്ട് അയാൾ ഒരു സൺഡേയിൽ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു സൺഡേ ദിവസം കഴിക്കാമെന്ന് പറഞ്ഞ് മാറ്റി വെച്ചിരുന്ന ആ മീറ്റ്, അത് ഈ പറയുന്ന സ്പേസ് ഷിപ്പിൽ ചൂട് കൂടി. ഓക്കെ. റഡർ കേടായി. അതിനോടൊപ്പം തന്നെ സ്പേസ് ഷിപ്പിന്റെ ഉള്ളിലത്തെ ചൂട് വർദ്ധിച്ചു വരികയാണ്. അത് ഈ പറയുന്ന കോൾഡറിനെയും ബാധിക്കുന്നു. അത് അതിൻ്റെ അകത്തുള്ള ഹീറ്റ് കൂടിയിട്ട് മീറ്റ് ചീത്തയായിപ്പോയി. അന്നേരം ഈ റൂയിൻഡ് സ്റ്റീക്ക് അത് എടുത്തപ്പോൾ ഇയാൾക്ക് ഭയങ്കര വിഷമം വന്നിട്ട് ഇന്ന് പോയി തൊലയെന്ന് പറഞ്ഞിട്ട് ഇയാൾ എന്ത് ചെയ്തു, ഈ മീറ്റും കൂടെ എടുത്ത് ആ സ്പേസിലോട്ട് വലിച്ചെറിയുകയാണ്. ഓക്കെ. ഇയാൾ നോക്കിയപ്പം ആ പറഞ്ഞ റെഞ്ചും അതുപോലെ തന്നെ ഈ റൂയിന്റെ മീറ്റും കൂടെ തന്റെ ആ സ്പേസ് ഷിപ്പിന് ചുറ്റും കിടന്ന് ഇങ്ങനെ കറങ്ങി കളിക്കുകയാണ്. ഓക്കെ. സ്പേസ് ഷിപ്പിനെ ടച്ച് ചെയ്തില്ല എന്നുള്ള രീതിയിൽ ഇടയ്ക്കിടയ്ക്ക് ഈ റെഞ്ചും അതുപോലെ തന്നെ ഈ റൂയിന്റെ മീറ്റും ഇങ്ങനെ കിടന്ന് കറങ്ങുകയാണ്. ഇയാൾക്ക് ആകെ മൊത്തം ദേഷ്യം വന്നു. ഇയാൾ ഇങ്ങനെ മനസ്സുകൊണ്ട് ചിന്തിച്ചു, ആരെങ്കിലും തന്നെ സഹായിക്കാനൊന്നും ഉണ്ടായിരുന്നെങ്കിൽ തനിക്ക് ഈ പറയുന്ന റഡർ ഒന്ന് ഫിക്സ് ചെയ്യാൻ പറ്റുമായിരുന്നു. തന്റെ തനിക്കിതൊന്ന് ശരിയാക്കാൻ പറ്റുകയായിരുന്നെങ്കിൽ, കാരണം താൻ ഈ പറയുന്ന ബഹിരാകാശത്ത് ഈ സ്പേസിൽ താൻ അകപ്പെട്ടു പോയല്ലോ, തനിക്കിനി രക്ഷപ്പെടാൻ പറ്റുമോ എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് അയാൾ അന്നത്തെ ദിവസം ഉറങ്ങാനായിട്ട് പോവുകയാണ്. ഉറങ്ങാൻ പോയി കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ആരോ വന്ന് നമ്മുടെ ഇജോൺ ടിച്ചിയെ മുട്ടി വിളിക്കുകയാണ്. എഴുന്നേക്ക് വാ, നമുക്ക് പോയി ആ പറയുന്ന റഡർ ശരിയാക്കാം. അന്നേരത്തേക്ക് ഇജോൺ ടിച്ചി പറയാണ്, ഞാൻ വരുന്നില്ല, ഇത് നിന്റെ തോന്നൽ മാത്രമാണ്, കാരണം ഞാനിപ്പോ ഉറങ്ങിയാണ്, ഇതെന്റെ ഡ്രീമാണ്. ഓക്കെ. നിനക്ക് ഇതെന്റെ തോന്നൽ മാത്രമാണ്, നീ പോയിക്കോ, ഞാൻ വരുന്നില്ല എന്ന് അയാൾ പറയുന്നുണ്ട്. ഉടനെ ഈ പറയുന്ന ഇയാളുടെ ആ വന്ന വ്യക്തി ഇയാൾക്ക് പറയുന്നത്, ഇല്ല, എണ്ണീര്, ഞാനാണെങ്കിൽ മറ്റൊരാളാണ്, ഞാൻ ട്യൂസ്ഡേ വെർഷൻ ആണ്, നീ എന്ന് എണ്ണീക്ക്, നമുക്ക് പോയി റഡർ ശരിയാക്കാം. അന്നേരം ഇജോൺ ടീച്ചർ പറയാണ്, നീ പോയൂ, നീ ഒരു ഹാലൂസിനേഷനിലുള്ളത്, അതുകൊണ്ട് തന്നെ നീ എന്നെ ഡിസ്റ്റോർട്ട് ചെയ്യാതെ ഞാൻ ഒന്ന് ഇച്ചിരി ഉറങ്ങട്ടെ എന്ന് അയാൾ പറയുകയാണ്. ഇവിടെയാണ് ഇജോൺ ടിച്ചി ചിന്തിക്കുകയാണ്, താൻ സ്വപ്നം കാണുകയാണെന്ന് അയാൾ കരുതുന്നത്. രാവിലെ അയാൾ എണീക്കുന്നുണ്ട്. രാവിലെ എണീറ്റ ഉടനെ തന്നെ അയാൾ വിചാരിക്കുകയാണ്, തന്നെ ആരെങ്കിലും സഹായിക്കാനുണ്ടായിരുന്നെങ്കിൽ എന്ന് ചിന്തിച്ചുകൊണ്ട് അയാൾ തൻ്റെ സ്പേസ് ഷിപ്പിൻ്റെ ലൈബ്രറി സെക്ഷനിലേക്ക് പോവുകയാണ്. അവിടെ ചെന്നിട്ട് എന്തെങ്കിലും ബുക്ക് കിട്ടുമോ, തനിക്ക് പറ്റിയ എന്തെങ്കിലും ബുക്ക് കിട്ടുമോ, ഈ പറയുന്ന തൻ്റെ റഡാറും അതുപോലെ സ്പേസ് ഷിപ്പൊക്കെ കൺട്രോൾ ചെയ്യാനുള്ള എന്തെങ്കിലും ബുക്ക് കിട്ടുമോ എന്ന് അയാൾ അന്വേഷിക്കുകയാണ്. അങ്ങനെ ലൈബ്രറിയിൽ നിന്ന് വായിക്കുന്ന അവസരത്തിലാണ് അയാൾ കോസ്മോട്ടിക്കൽ അൽമനാക്ക് എന്ന് പറയുന്ന ഒരു ബുക്ക് അവിടെ കാണുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പറയത്തില്ലേ ഈ ജ്യോതിഷ ബുക്ക്, അതുപോലെയൊക്കെ തന്നെ ഈ കോസ്മോട്ടിക്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള, അല്ലെങ്കിൽ നമ്മളുടെ ഈ ബഹിരാകാശവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള, ജ്യോതിഷവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ബുക്ക്. അതിൻ്റെ അകത്ത് അയാൾ പറയുന്നുണ്ട്, തനിക്ക് നല്ല കാലമല്ല വരാൻ പോകുന്നതെന്നൊക്കെ ഇതിൻ്റെ അകത്ത് നേരത്തെ കൂട്ടി പ്രവചിച്ചിരിക്കുന്നതായിട്ട് അയാൾക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അയാൾ പറയാണ്, തൻ്റെ സ്പേസ് ഷിപ്പിന് ചുറ്റും ഇപ്പോൾ ആ നടക്കുന്ന റെഞ്ചും ആ നട്ടും ബോൾട്ടും മുടുക്കുന്ന റെഞ്ചും അതുപോലെ തന്നെ താൻ എടുത്തു കളഞ്ഞ സ്റ്റീക്കും തനിക്ക് ചുറ്റുമുള്ള ബാക്കിലൊക്കെ തന്നെ ഇങ്ങനെ ചുറ്റി പൊതിഞ്ഞിരിക്കും, തന്നെ രക്ഷിക്കാൻ ആരുമില്ല എന്ന് അയാൾ ചിന്തിക്കുമ്പോൾ അയാൾ പറയുകയാണ്, തന്നെ ആരെങ്കിലും സഹായിക്കാനുണ്ടായിരുന്നെങ്കിൽ അയാൾ ചിന്തിക്കാൻ, അയാൾ വിചാരിക്കണം, ഓ, തൻ്റെ ഷിപ്പിനെ തനിക്ക് കൺട്രോൾ ചെയ്യാൻ ഈ മൊമെന്റിൽ സാധിക്കത്തില്ല. തൻ്റെ ഷിപ്പ് എന്തായാലും ചെന്ന് ഈ വരാൻ പോകുന്ന അവിടെ ഒരു വോർട്ടെക്സ് ഉണ്ട്, മീൻസ് അവിടെ ഒരു വലിയൊരു വോർട്ടെക്സ് വരുന്നുണ്ട്. അവിടെ ചെന്ന് ഇടിച്ച് അതിനെ ഹിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ ഷിപ്പ് വല്ലാതെ ഷേക്ക് ചെയ്യും, മേ ബി ഈ ഷിപ്പ് മുഴുവൻ തകർന്നു പോകാനുള്ള സാധ്യതയുണ്ട്. അന്നേരം അങ്ങനെ ഒരു ഹിറ്റ് ഏൽക്കുന്നതിന് മുമ്പ് വിശന്ന വയറുമായിട്ട് ഇരിക്കേണ്ട വല്ലതും കഴിച്ചിട്ട് തനിക്ക് എന്തെങ്കിലും പറ്റുന്നെങ്കിൽ പറ്റട്ടെ എന്ന് അയാൾ കരുതുകയാണ്. അയാൾ ഒരു ഓംലെറ്റ് ഒക്കെ ഉണ്ടാക്കാൻ പോകുന്ന നേരം, ഓക്കെ, പെട്ടെന്ന് തന്നെ ഷിപ്പ് അവിടേക്ക് ചെന്ന് ഇടിക്കുകയും പെട്ടെന്ന് അയാൾക്ക് ഒരു ഹാലൂസിനേഷൻ പോലെ തോന്നുകയാണ്. കാരണം താൻ ഓംലെറ്റ് ഉണ്ടാക്കാനായിട്ട് വന്ന മൊമെന്റിൽ തൻ്റെ തന്നെ ഒരു രൂപം തൻ്റെ ഫ്രണ്ടിൽ നിന്നുകൊണ്ട് ഓംലെറ്റ് ഉണ്ടാക്കുന്നതായിട്ടും അത് ഫ്രൈ പാനിൽ നിന്ന് എടുത്ത് വെക്കുന്നതായിട്ടും അയാൾ കാണുകയാണ്. അയാൾക്ക് താൻ കണ്ട രൂപത്തിന്
തന്നെ പോലെ തന്നെ റാറ്റ്സും അതുപോലെ തന്റെ രൂപവും ഒക്കെ തന്നെയായിരുന്നു. അയാൾ പെട്ടെന്ന് ആകാശത്തേക്ക് മറഞ്ഞു പോകുന്നതായിട്ട് ഇയാൾക്ക് ഫീൽ ചെയ്യാണ്. അന്നേരം ഇയാൾ ചിന്തിക്കുകയാണ്, ഇന്നലെ ഞാൻ ഇതെന്റെ തോന്നലാണോ, ഇതെന്റെ ഹാലൂസിനേഷൻ ആണോ, അതോ ഇന്നലെ രാത്രി സ്വപ്നത്തില് ഞാൻ എന്നെ തന്നെയാണോ കണ്ടത്, അതോ എന്റെ ഒരു സെൽഫ്, എന്റെ തന്നെ ഒരു ക്ലോണ് പോലെ ഒരെണ്ണം ഉണ്ടായതാണോ? ഇയാൾക്ക് ഇങ്ങനെ പല ചിന്തകളും ഉണ്ടാകുകയാണ്. സോ ഇയാള് ചിന്തിക്കുകയാണ്, ചിലപ്പോ ഈ ഒരു വോർട്ടെക്സിലോട്ട് വന്ന് ഈ റോക്കറ്റ് ഇടിച്ചപ്പോഴാണല്ലോ എനിക്ക് ഇങ്ങനെ ഒരു ഫീലിംഗ് ഉണ്ടായത്. ഇനി അടുത്ത വട്ടം വോർട്ടെക്സിൽ ഇടിക്കുമ്പോൾ വീണ്ടും ഇങ്ങനെ തന്നെ ടൈം ലൂപ്പ് ചിലപ്പം ഉണ്ടായെന്ന് വരാം. അങ്ങനെ അയാൾ അതിനു വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ്. അങ്ങനെ അയാൾ മനസ്സിലാക്കി. ഇനി അടുത്ത ഇതുപോലെ ഒരു വോർട്ടെക്സ് വരുന്നത് ഗാലിയാറ്റിക് പോൾ എന്ന് പറയുന്ന സ്ഥലത്താണ്. ഗാലിയാറ്റിക് പോളിനോട് അടുത്തുള്ള സ്ഥലത്ത് ഇതുപോലെ ഒരു വോർട്ടെക്സ് ഉണ്ട്. അവിടേക്ക് വരുമ്പോൾ വീണ്ടും ഇതുപോലൊരു ടൈം ലൂപ്പിലൂടെ തന്റെ ഷിപ്പ് പോകാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ഏകദേശം അർദ്ധരാത്രിയായ സമയത്ത് ഗാലിയാറ്റിക് പോളിനടുത്തുള്ള സ്ഥലത്ത് എത്തുകയും ഈ പറയുന്ന ഷിപ്പ് എന്തിലേക്ക് ചെയ്യുന്നു, ഒരു വോർട്ടെക്സിലേക്ക് കടക്കുകയും അവിടെ വെച്ച് അടുത്തൊരു ടൈം ലൂപ്പ് ഉണ്ടാകുകയും ചെയ്തു. ടൈം ലൂപ്പ് ഉണ്ടായ മൊമെന്റിൽ അയാൾ കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഷിപ്പിന്റെ ഉള്ളില് ഈ പറയുന്ന ഇജോൺ ടിച്ചിയുടെ തന്നെ മറ്റൊരു രൂപം ഉണ്ടാകുകയാണ്. അയാൾ നോക്കിയപ്പോ ദാ ബെഡിന്റെ അകത്ത് കിടന്ന് ഉറങ്ങുന്നു. മറ്റൊരു ഇജോൺ ടിച്ചി ഉറങ്ങുന്നു. ഈ, താൻ എന്ന് പറയുന്ന ഇജോൺ ടിച്ചി ഇവിടെ നിൽക്കുകയാണ്. അന്നേരമാണ് തനിക്ക് ഓർമ്മ വന്നത്. അന്നേരത്തേക്ക് ഈ ഇജോൺ ടിച്ചി ഓടി ചെന്നിട്ട് ബെഡിൽ കിടന്ന് ഉറങ്ങുന്ന ഇജോൺ ടിച്ചിയോട് പറയാണ്, എണ്ണിക്ക് എണ്ണിക്ക്, നമ്മൾ രണ്ടുപേരുണ്ട്, ഈ പറയുന്ന റഡാർ കേടായിട്ടിരിക്കുകയാണ്, നമുക്ക് അത് പോയി ഫിക്സ് ചെയ്യാം. അന്നേരത്തേക്ക് ഉറങ്ങിക്കിടക്കുന്ന ഇജോൺ ടീച്ചർ പറയാണ്, ഇല്ല ഇല്ല ഞാൻ വരുത്തില്ല. ഓക്കെ, ഞാൻ വരുത്തില്ല, നീ എന്റെ ഹാലൂസിനേഷൻ മാത്രമാണ്, നിന്റെ എന്റെ തോന്നൽ മാത്രമാണ്, നിനക്കൊന്നും തന്നെ ചെയ്യാൻ സാധിക്കത്തില്ല, ഇത് എന്റെ വെറും ഡ്രീം ആണെന്ന് പറയാണ്. അന്നേരം ഈ കഥ തുടങ്ങിയപ്പോഴേ നമ്മൾ പറഞ്ഞായിരുന്നു അല്ലേ, ആദ്യം ഇജോൺ ടീച്ചർ ഉറക്കത്തിൽ കിടക്കുമ്പോൾ ആരോ വന്ന് തന്നെ വിളിക്കുന്നതായിട്ടും തന്നോട് റഡാർ നന്നാക്കാൻ പറയുന്നതായിട്ടും ഒക്കെ ഇജോൺ ചിട്ടിക്ക് തോന്നി. അന്നേരം ഈ കഥ തുടങ്ങുന്നത് മൺഡേയിലാണ്. ഈ ടൈം ലൂപ്പ് ആരംഭിക്കുന്നത് ട്യൂസ്ഡേയിലാണ്. അന്നേരം ഈ ഇപ്പൊ വന്നിരിക്കുന്ന ഇജോൺ ടിച്ചിയുടെ പുതിയ രൂപം ട്യൂസ്ഡേയിലുള്ള ഇജോൺ ടിച്ചിയാണ്. ട്യൂസ്ഡേയിലുള്ള ഇജോൺ ടിച്ചി ഉറങ്ങിക്കിടക്കുന്ന മൺഡേയിലുള്ള ഇജോൺ ടിച്ചിയിലേക്ക് പറയാണ്, എണ്ണീര് എണ്ണീര്, നമുക്ക് പോയി റഡാർ ശരിയാക്കാം. ഓക്കെ, ശരിക്കും പറഞ്ഞാൽ ഈ വന്നിരിക്കുന്ന ഇജോൺ ടിച്ചി തന്നെയാണ്. അയാളുടെ സെൽഫിനെയാണ് കാണുന്നത്. പക്ഷെ മൺഡേയിലുള്ള ഇജോൺ ടിച്ചി ട്യൂസ്ഡേ വന്ന ഇജോൺ ടിച്ചിയെ എന്ത് ചെയ്യുന്നില്ല, സമ്മതിക്കുന്നില്ല. ഇതിന്റെ തോന്നൽ മാത്രമാണെന്ന് പറഞ്ഞ് അയാളെ ഒഴിവാക്കി വിടുകയാണ്. അങ്ങനെ രാവിലെ എണീക്കുന്ന നമ്മുടെ മൺഡേയിലുള്ള ഇജോൺ ടിച്ചിയാണ് പിറ്റേ ദിവസം ട്യൂസ്ഡേയിലുള്ള ഇജോൺ ടിച്ചി താൻ പാചകം ചെയ്യാനായിട്ട് വരുമ്പോൾ താൻ ഈ അടുത്ത ഒരു വോർട്ടക്സിലേക്ക് കയറുന്നതിന് മുമ്പ് ആരോ തന്റെ രൂപത്തിലുള്ള ഒരാൾ അവിടെ നിൽക്കുന്നതായിട്ട് അയാൾക്ക് ഫീൽ ചെയ്യുന്നു. ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ അകത്ത് ഇപ്പൊ രണ്ട് ഇജോൺ ടിച്ചികളുണ്ട്. ഒന്ന് മൺഡേയിലുള്ള ഇജോൺ ടിച്ചി ഒറിജിനൽ, പിന്നീട് രണ്ടാമത് ടൈം ലൂപ്പിൽ വന്ന ട്യൂസ്ഡേയിലുള്ള ഇജോൺ ടിച്ചി. അതുപോലെ തന്നെ വീണ്ടും വെനസ്ഡേ, വീണ്ടും ഒരു 12 മണിക്കൂർ കഴിയുമ്പോഴത്തേക്ക് അടുത്ത ഇജോൺ ടിച്ചി, സോറി 11 മണിക്കൂർ കഴിയുമ്പോഴത്തേക്ക് അടുത്ത ഇജോൺ ടിച്ചി ഉണ്ടാകുകയാണ്. അത് വെനസ്ഡേയിലുള്ള ഇജോൺ ടിച്ചി. അന്നേരം ഇവർ മൂന്ന് പേരും വരികയാണ്. പക്ഷെ ഇവർക്ക് മൂന്ന് പേർക്ക് ഇടയിൽ ഒരു ഐക്യം ഉണ്ടാകുന്നില്ല. ഇവർ മൂന്ന് പേരും കിടന്ന് അവിടെ വഴക്കിടുകയാണ്, ആരിത് ശരിയാക്കും, ആരിത് ശരിയാക്കണം, ആർക്കാണ് സ്പേസ് ഷൂട്ട് അവകാശപ്പെട്ടത്, ആകെ ഒരു സ്പേസ് ഷൂട്ടേ ഉള്ളൂ, അത് ആരിടണം എടുക്കണം എന്നൊക്കെയുള്ള കാര്യത്തിൽ അവിടെ ഭയങ്കര തർക്കം ഉണ്ടാകുകയും അങ്ങനെ സൺഡേയും സോറി, അങ്ങനെ ആദ്യം മൺഡേ വെർഷൻ ഉണ്ടായി, പിന്നെ ട്യൂസ്ഡേ വെർഷൻ ഉണ്ടായി, വെനസ്ഡേ വെർഷൻ ഉണ്ടായി. ലേറ്റർ നമ്മൾ കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ അവേഴ്സ്, ഓരോ ഡേയ്സ് കഴിയുമ്പോൾ ഓരോ വെർഷൻസ് അവിടെ ഉണ്ടാവുകയാണ്. മീൻസ് വീണ്ടും ഈ പറയുന്ന തേഴ്സ്ഡേ വെർഷൻ, ഫ്രൈഡേ വെർഷൻ, സാറ്റർഡേ വെർഷൻ, സൺഡേ വെർഷൻ, അങ്ങനെ ഒരുപാട് ഇജോൺ ഇച്ചികൾ ഓരോ ദിവസം കഴിയുമ്പോൾ ഓരോ ഡേയ്സിലുള്ള ഇജോൺ ഇച്ചികൾ അവിടെ ഉണ്ടാകുകയാണ്. പക്ഷെ അവിടെ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ഫുഡ് സപ്ലൈസ് മാത്രമേ ഉള്ളൂ. ഈ വരുന്ന ഇജോൺ ടിച്ചികൾക്കെല്ലാം തന്നെ കഴിക്കാനുള്ള ഫുഡ് സപ്ലൈസിന്റെ റിസോഴ്സസ് അവിടെ കുറയുകയാണ്. ഇവർക്കിടയിലുള്ള വഴക്കും പ്രശ്നങ്ങളും ഒക്കെ കൂടിയാണ്. ആരിത് ശരിയാക്കും, ആർക്കാണ് സ്പേസ് സ്യൂട്ട് അവകാശപ്പെട്ടത്, ആരും തന്നെ ഇത് ശരിയാക്കുന്നില്ല. ഇജോൺ ടിച്ചിയുടെ തന്നെ പല രൂപത്തിലുള്ള ആൾക്കാർ അവിടെ വരികയാണ്. ഇജോൺ ടിച്ചിക്ക് ആകെ മൊത്തം വിഷമമാണ്. കാരണം ഇജോൺ ടിച്ചി വെനസ്ഡേയോട് ചോദിക്കുന്നുണ്ട്, തന്നെ സഹായിക്കാൻ ആര് വരും. അന്നേരത്തേക്ക് വെനസ്ഡേ പറയുന്നുണ്ട്, എനിക്ക് സ്പേസ് സ്യൂട്ട് വേണം. ഓക്കെ, അന്നേരം ഫ്രൈഡേ പറയുന്നുണ്ട്, ഓൾറെഡി അത് മറ്റൊരാൾ എടുത്തിട്ട് പോയി, ഇത് എനിക്കും കൂടെ അവകാശപ്പെട്ട സ്പേസ് സ്യൂട്ടാണ്, ഇത് നിങ്ങൾക്ക് തരില്ല. ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഓരോരുത്തരായിട്ട് അതിൻ്റെ അകത്ത് കിടന്ന് വഴക്കുണ്ടാക്കുകയാണ്. അങ്ങനെ ഓരോ ദിവസങ്ങൾ കഴിയുന്തോറും ഇജോൺ ടിച്ചുകളുടെ എണ്ണം കൂടിക്കൂടി വരികയാണ്. ദിവസങ്ങൾ കഴിഞ്ഞു, ആഴ്ചകൾ കഴിഞ്ഞു, മാസങ്ങൾ കഴിഞ്ഞു.
ഇജോൺ ടീച്ചികളെ കൊണ്ട് നിന്ന് തിരിയാൻ പറ്റാത്ത അവസ്ഥ വന്നു. അത്രമാത്രം ആൾക്കാര്, അത്രമാത്രം ഇജോൺ ടീച്ചിയുടെ ഡിഫറെന്റ് വെർഷൻസ് ആ ഒരു കൊച്ചു സ്പേസ് ഷിപ്പിനുള്ളിൽ ഫോം ചെയ്യാണ്. ഇജോൺ ടീച്ചി അതിന്റെ ഇടയിൽ ഇജോൺ ടീച്ചിയുടെ പലതരം വെർഷൻ ഉണ്ടാകാണ്. പല പ്രായം കൂടിയ വെർഷൻ, പ്രായം കുറഞ്ഞ വെർഷൻ, വളരെ യങ് ആയിട്ടുള്ള, കുട്ടിയായിട്ടുള്ള, ഇങ്ങനെ പല വെർഷൻസ് അവിടെ ഫോം ചെയ്യാണ്. ഇജോൺ ടീച്ചിയുടെ പല പ്രായത്തിലുള്ള തന്നെ ആൾക്കാർ. അങ്ങനെ ഇജോൺ ടീച്ചി പ്രായമുള്ള ഒരു ഇജോൺ ടീച്ചിയോട്, ഓക്കെ, തന്റെ തന്റെ വളരെയധികം പ്രായമുള്ള വെർഷനോട് ആര് പോയി റഡാർ ശരിയാക്കണം എന്നുള്ള കാര്യത്തിന് ഇവിടെ ഒരു വോട്ട് ഇടാൻ അയാൾ ആവശ്യപ്പെടുകയാണ്. അങ്ങനെ വോട്ട് ഇടാനായിട്ട് അവർ തുടങ്ങിയാണ്. വോട്ട് ഇടാനായിട്ട് തുടങ്ങി ആര് പുറത്ത് പോയി ഈ പറയുന്ന റഡാർ ശരിയാക്കണം എന്നുള്ള കാര്യത്തിന് വോട്ട് ഇട്ട് കഴിഞ്ഞതും ഈ പറയുന്ന ഷിപ്പ് മറ്റൊരു വോർട്ടക്സിലൂടെ കയറി ഇറങ്ങിയാണ്. ആ വോർട്ടക്സിലൂടെ കയറി അങ്ങോട്ട് ഇറങ്ങിയപ്പോഴത്തേക്ക് ഈ പറയുന്ന ഇതിൻ്റെ അടുത്തുള്ള പകുതി ഇജോൺ ടിച്ചുകളും വാനിഷ് ആയിപ്പോയി, എന്ന് വെച്ചാൽ അപ്രത്യക്ഷമായി പോയി. ഇനി ഈ പറയുന്ന ഷിപ്പ് മറ്റൊരു വോർട്ടക്സിലൂടെ കയറി ഇറങ്ങുമ്പോൾ അതിനേക്കാട്ടിലും ഇരട്ടിയായിട്ട് കുറെ ഇജോൺ ടിച്ചുകൾ ചിലപ്പം തിരിച്ചു വന്നേക്കാം. അങ്ങനെ യാതൊരു തരത്തിലും ജോലികൾ ആരെ ഏൽപ്പിക്കാൻ പറ്റാത്തൊരവസ്ഥ, എന്തെങ്കിലും തരത്തിൽ ആൾക്കാരെ കൊണ്ട് എന്തെങ്കിലും ചെയ്യിപ്പിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയിൽ എത്തിക്കുമ്പോഴത്തേക്കും അവിടെ ഒരു ടൈം ലൂപ്പ് ഫോം ചെയ്യുകയും ആ ടൈം ലൂപ്പിലൂടെ ഇതിൻ്റെ അകത്ത് ഏൽപ്പിക്കാൻ വെച്ചിരുന്ന പകുതി ആൾക്കാരും വാനിഷ് ആയി പോവുകയും ചെയ്യും. ഇതിൻ്റെ ഇടയിൽ നമ്മുടെ ഇതിൻ്റെ അകത്തുള്ള യഥാർത്ഥ എജോൺ ടിച്ചിക്ക് ഇവർക്കിടയിലുള്ള പ്രശ്നങ്ങൾ തീർക്കാനും ഇതിൻ്റെ ഇടയിൽ പല ആൾക്കാരും പരസ്പരം കള്ളങ്ങൾ പറഞ്ഞു എന്നും തന്നെ പരസ്പരം ആൾക്കാർ ഹിറ്റ് ചെയ്തെന്നും തങ്ങൾക്കിടയിലുള്ള പ്രശ്നങ്ങൾ തീർക്കാൻ മാത്രമേ ഇതിൻ്റെ അകത്തുള്ള യഥാർത്ഥ എജോൺ ടിച്ചിക്ക് സമയമുള്ളൂ. അല്ലാതെ ഇവർക്കിടയിൽ ഒരു തരത്തിലുള്ള യൂണിറ്റിയും അദ്ദേഹത്തിന് കണ്ടെത്താനായിട്ട് സാധിച്ചില്ല. അങ്ങനെ തന്റെ ഷിപ്പിന്റെ പ്രശ്നങ്ങൾ അനന്തമായി നീളുകയാണെന്ന് അദ്ദേഹം മനസ്സിലാക്കി. ഇതിൻ്റെ ഇടയിൽ അദ്ദേഹം ഒരാശയം മുന്നോട്ട് വെച്ചു. തന്റെ തന്നെ വളരെ പ്രായമുള്ള ഒരു വെർഷൻ, ഒരു ഇജോൺ ടിച്ചിയുടെ വെർഷൻ ഈ പറയുന്ന സ്പേസ് ഷിപ്പിലുണ്ട്. അദ്ദേഹത്തിനോട് ചോദിക്കാം, കാരണം എങ്ങനെയാണ് ഈ സ്പേസ് ഷിപ്പ് നന്നാക്കാൻ പറ്റുക? ഇപ്പം തന്റെ തന്നെ ഒരു പ്രായമുള്ള വെർഷൻ ഉണ്ടെങ്കിൽ അതിനർത്ഥം താൻ ഇതിനെ അതിജീവിച്ചു എന്നല്ലേ? എങ്കിൽ ഈ പറയുന്ന വ്യക്തിയോട് ചോദിക്കാം, താൻ എങ്ങനെയാണ് ഇത് അതിജീവിച്ചതെന്നും ഇതിനെ എങ്ങനെയാണ് ശരിയാക്കേണ്ടതെന്നും അദ്ദേഹത്തിനോട് ചോദിക്കാമെന്ന് കരുതി അദ്ദേഹം നമ്മുടെ ഇജോൺ ടീച്ചി തന്റെ പ്രായമായ വെർഷനോട് സംസാരിക്കുമ്പോൾ അയാൾക്ക് ഈ കാര്യങ്ങളൊന്നും ഓർമ്മയില്ല. അയാൾ പറയുന്നത് തന്റെ ഭാര്യയെക്കുറിച്ചും മക്കളെക്കുറിച്ചും കുടുംബത്തെക്കുറിച്ചൊക്കെ പൊക്കി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അയാൾക്ക് ഈ പറയുന്ന കാര്യങ്ങളോ ഈ പറയുന്ന സ്പേസ് ഷിപ്പിനെ കുറിച്ചിട്ടുള്ള ഓർമ്മകളോ ഒന്നും തന്നെ അയാൾക്ക് ഇല്ല. ഇങ്ങനെ ഇജോൺ ടീച്ചി വിഷമിച്ചിരിക്കുമ്പോഴാണ് തന്റെ പല രൂപത്തിലുള്ള ആൾക്കാര്, തന്റെ പല പ്രായത്തിലുള്ള ആൾക്കാർ അവിടെ കിടന്ന് അടിപിടി കൂടിയാണ്. ചിലർ തമ്മിൽ വഴക്ക് അടിക്കുന്നുണ്ട്, ചിലർ തമ്മിൽ ഫുഡ് എടുത്തു വെച്ച് എറിയുന്നുണ്ട്. തന്റെ തീരെ പൊടിപ്രായത്തിലുള്ള വെർഷനിലുള്ള കുട്ടികൾ ഭയങ്കരമായിട്ട് കിടന്ന് കരയുന്നുണ്ട്. ആകെ മൊത്തം ആ സ്പേസ് ഷിപ്പിന്റെ ഉള്ളിൽ ഭയങ്കര ബഹളമാണ്. ആ ഒരു സമയത്ത് ഇജോൺ ടിച്ചി നോക്കിയപ്പോൾ ആരും കാണാതെ തന്റെ എന്തിനു വേണ്ടിയിട്ടാണോ ആൾക്കാർ ഇവിടെ കിടന്ന് വഴക്ക് കൂടുന്നത്, തന്റെ ആ സ്പേസ് സ്യൂട്ടിന് വേണ്ടിയിട്ട്, ആ സ്പേസ് സ്യൂട്ട് കാണാതെ ഇവിടുന്ന് രണ്ട് കൊച്ചു പയ്യന്മാർ അത് അടിച്ചു മാറ്റിക്കൊണ്ടുപോവുകയാണ്. ആ സ്പേസ് സ്യൂട്ടിന്റെ ഫ്രണ്ട് ഭാഗത്ത് ഒരു കുട്ടിയും അതിന്റെ കാലിന്റെ ഭാഗത്തായിട്ട് മറ്റൊരു കുട്ടിയും അറ്റാച്ച് ചെയ്ത് നിന്നുകൊണ്ട് ആ സ്പേസ് സ്യൂട്ടിൽ കയറിയിട്ട് അവർ വെളിയിൽ ഇറങ്ങിപ്പോയി ആ റഡാറ് അവരെ ക്ലിയർ ചെയ്യുകയാണ്. അങ്ങനെ ക്ലിയർ ചെയ്തിട്ട് അവർ ആ പ്രോബ്ലം മുഴുവൻ ഒഴിവാക്കി തിരികെ കയറി വരുമ്പോൾ വീണ്ടും നമ്മളുടെ ഇജോൺ ടിച്ചി നിന്നിരുന്ന ആ ഒരു സ്പേസ് ഷിപ്പ് മറ്റൊരു വോർട്ടക്സിലൂടെ കടന്നുപോയി അവർ അടുത്ത ടൈം ലൂപ്പിൽ എത്തുകയാണ്. അടുത്ത ടൈം ലൂപ്പിൽ എത്തുന്ന ആ ഒരു മൊമെന്റിൽ നമ്മളുടെ ഈ ഒരു സ്പേസ് ഷിപ്പിന്റെ പ്രോബ്ലം എല്ലാം ക്ലിയർ ആയി ഇതിൻ്റെ അകത്തുള്ള ഇജോൺ ടിച്ചികളെല്ലാം തന്നെ, ഒറിജിനൽ ഇജോൺ ടിച്ചി അല്ല ബാക്കിയുള്ള എല്ലാവരും തന്നെ പെട്ടെന്ന് തന്നെ വാനിഷ് ആയി പോവുകയാണ്. അവിടെ ഇപ്പൊ നമ്മുടെ ഒറിജിനൽ ഇജോൺ ടിച്ചി മാത്രമേ ഉള്ളൂ, നമ്മുടെ മൺഡേ വെർഷനിലുള്ള ഇജോൺ ടിച്ചി. ഓക്കെ, ഇപ്പൊ അയാൾ നോക്കുമ്പോൾ തന്റെ സ്പേസ് ഷിപ്പ് സ്വാഭാവികമായി പോയിക്കൊണ്ടിരിക്കുകയാണ്. അയാൾക്ക് തന്നെ ഒരു അത്ഭുതമായിട്ട് തോന്നിയാണ്. താൻ ഒരു വല്ലാത്തൊരു ഹിലോറിയസ് സിറ്റുവേഷനിലൂടെയാണ് കടന്നുപോയത്. താൻ വളരെയധികം ആഗ്രഹിച്ചു, തന്നെ സഹായിക്കണമെന്ന് ആഗ്രഹിച്ച ആ ഒരു മൊമെന്റിൽ തന്റെ തന്നെ പല വെർഷൻസ് വരികയും ബട്ട് അറ്റ് ദ എൻഡ് രണ്ട് കൊച്ചു കുട്ടികളുടെ രൂപത്തിലുള്ള തന്റെ രൂപമാണ് തന്നെ വന്ന് അവസാനം സഹായിച്ചത്. ഈ സ്പേസ് ഷിപ്പ് ഇപ്പൊ കറക്റ്റായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു, താൻ മറ്റൊരു പ്ലാനറ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. താൻ ഇത് ഭൂമിയിൽ വന്ന് മറ്റാരോടെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഈ കഥ അവർ വിശ്വസിക്കുമോ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. അറ്റ് ദ എൻഡ് അയാൾ പറയുന്നുണ്ട്, ഈ കഥ ഞാൻ ആരോടെങ്കിലും പറയുമ്പോൾ അവർ കരുതും ഞാൻ ഡ്രിങ്ക് ചെയ്തിട്ടാണ് ഇങ്ങനെ ഒരു കഥ ഉണ്ടാക്കി പറയുകയാണ്, ഇങ്ങനെയൊന്നും ഒരിക്കലും സംഭവിക്കില്ല എന്ന്. പക്ഷെ ഒരു ആസ്ട്രോണറ്റ് എന്നുള്ള നിലയിൽ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായ കാര്യമാണ് ഞാൻ നിങ്ങളോട് പറയുന്നതെന്നാണ് ഇജോൺ ടിച്ചി പറയുന്നത്. സോ ഇത്
നമ്മുടെ സ്റ്റെയിൻസ്ലോ ലെമിന്റെ സെവൻത് വോയേജ് എന്ന് പറയുന്ന ആ ഒരു സ്റ്റോറിയുടെ കാര്യമാണ് നമ്മൾ പറഞ്ഞത്. അന്നേരം സ്റ്റാർ ഡയറീസ് എന്ന് പറയുന്ന സ്റ്റെയിൻസ്ലോ ലെമിന്റെ ഈ പറയുന്ന കളക്ഷൻ ഓഫ് സ്റ്റോറീസിലുള്ള പ്രൊട്ടാഗനിസ്റ്റ് ആണ് ഇജോൺ ടിച്ചി. ഇജോൺ ടിച്ചിയുടെ ഓരോ യാത്രകളുമാണ് നമ്മൾ ഇതിൻ്റെ അകത്ത് പഠിക്കുന്നത്. അന്നേരം ഈ ഒരു സ്റ്റോറി ചുരുക്കി പറയുകയാണെങ്കിൽ, ബെർക്ലേഴ്സ് എന്ന് പറയുന്ന ആ ഒരു സ്പേസ് ഷിപ്പ് അല്ലെങ്കിൽ ആ ഒരു സ്റ്റാറിന്റെ അടുത്തേക്ക് എത്തുമ്പോഴത്തേക്ക് നമ്മളുടെ ഇജോൺ ടിച്ചി സഞ്ചരിച്ചിരുന്ന സ്പേസ് ഷിപ്പ് ഒരു സ്മോൾ മിറ്റിയോറിൽ ചെന്ന് ഇടിക്കുകയും അതിന്റെ റഡാറിന് കേടുവരികയും അത് ഫിക്സ് ചെയ്യാൻ രണ്ടാൾക്കാരുടെ ആവശ്യമുണ്ട്. പക്ഷേ അവിടെ രണ്ടാൾക്കാരിൽ ഒറ്റ ആളേ ഉള്ളൂ. തന്നെ കൊണ്ട് ഒറ്റയ്ക്ക് സ്പേസ് ഷിപ്പ് നന്നാക്കാൻ പറ്റാതാകുന്നു. അങ്ങനെ അയാൾ പോയി കിടന്ന് ഉറങ്ങുന്ന സമയത്ത് ഈ പറയുന്ന സ്പേസ് ഷിപ്പ് ഒരു ടൈം ലൂപ്പിലൂടെ കടന്നു പോവുകയാണ്. ടൈം ലൂപ്പിലൂടെ കടന്നു പോകുന്ന സമയത്ത് ഈ സ്പേസ് ഷിപ്പിന്റെ ഉള്ളിൽ ഇയാളുടെ രൂപത്തിലുള്ള പല വെർഷൻസും ഫോം ചെയ്യുകയാണ്. ഓരോ ദിവസം കഴിയുമ്പോൾ ഓരോ വെർഷൻസ് ഫോം ചെയ്യും. ഇവരെല്ലാം ഈ സ്പേസ് ഷിപ്പിൽ കൂടുന്നു. ചില സമയത്ത് സ്പേസ് ഷിപ്പ് ഏതെങ്കിലും ഒരു ടൈം ലൂപ്പിൽ കൂടെ കടന്നു പോകുമ്പോൾ ഇതിൻ്റെ അകത്തുള്ള പല വെർഷൻസും ഡിസപ്പിയർ ആവും. പുതിയ വെർഷൻസ് അപ്പിയർ ചെയ്യും. അങ്ങനെ അയാളുടെ പല പ്രായത്തിലുള്ള, പല ഏജിലുള്ള, പല രൂപത്തിലുള്ള ആൾക്കാർ ഇതിൻ്റെ അകത്തേക്ക് ഫോം ചെയ്യുന്നു. അറ്റ് ദ എൻഡ് ഇയാളെ രണ്ട് കൊച്ചു കുട്ടികളുടെ രൂപത്തിലുള്ള ഇജോൺ ടീച്ചികളെ സഹായിക്കുന്നതുമാണ് ഈ ഒരു കഥയെന്ന് പറയുന്നത്. ഓക്കെ, അന്നേരം ഇത്രയേ ഉള്ളൂ.